പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പൈതങ്ങളെ തൻ്റെ അടുക്കൽ വരുന്നതിനുള്ള തടസ്സങ്ങളെ നീക്കി അവരെ അണയ്ക്കുകയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവായ യേശുവേ, ഈ വർഷവും സൺഡേ സ്കൂൾ പഠനത്തിനായി വന്നിരിക്കുന്ന പൈതങ്ങളിന്മേൽ നിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പറഞ്ഞു കൊടുക്കുന്ന ആത്മീയമായ സത്യങ്ങൾ, വചനങ്ങൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശരിയായി പഠിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവരെ ഒരുക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനം അവർക്കും കുടുംബത്തിനും സഭയ്ക്കും പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ. പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും ദൈവമായ കർത്താവെ ശുഷ്കാന്തിയോടും ഉത്തരവാദിത്വത്തോടും സമർപ്പണത്തോടും ദൈവവചനം പഠിപ്പിക്കുവാൻ ഒരുക്കി സഹായിക്കണമേ. ഈ സമയം ലോകം എങ്ങും കോവിഡ് എന്ന മഹാവ്യാധിയാൽ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലും ദയയിലും അവരെ നയിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷകന്മാർ എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ സൺഡേ സ്കൂൾ പഠനം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകണം എന്ന് വിനയപൂർവ്വം യേശുവിൻ്റെ തിരുനാമത്തിൽ യാചിക്കുമ്പോൾ കേൾക്കണം. പ്രിയ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഇത്രത്തോളം ദൈവം നമ്മെ കാക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിച്ചുകൊണ്ട് നമുക്കിന്ന് ഒരു പുതിയ പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഈ ഓൺലൈൻ വഴി 6 മുതലുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിച്ചു തീർന്നത്. എന്നാൽ +2 ക്ലാസ്സിൽ ആയിരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തോടെ 12ത്തെ പാഠവും പഠിച്ച് ആ പുസ്തകത്തിലെ പാഠങ്ങൾ തീരുകയുണ്ടായി. എന്നാൽ 1 മുതൽ ഉള്ള പാഠങ്ങൾ തുടർന്നും നമ്മൾ പഠിച്ച് തുടങ്ങിയാണ്. ഇപ്പോൾ ഇന്ന് 1ാമത്തെ പാഠം ഹോശേയ പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വേദപുസ്തകത്തിലെ 28ാമത്തെ പുസ്തകമാണ് ഹോശേയ. രക്ഷ എന്നർത്ഥം വരുന്ന എബ്രായ മൂലപദത്തിൽ നിന്നാണ് ഹോശേയ എന്ന പേരുണ്ടായിരുന്നത്. യേശുവ, യോശുവ, യേശു എന്നീ പേരുകളെല്ലാം ഒരേ മൂലപദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഹോശേയയുടെ സ്വദേശത്തെപ്പറ്റി ഒന്നും തന്നെ ബൈബിളിൽ പറയുന്നില്ല. വടക്കേ രാജ്യം അഥവാ ഇസ്രായേൽ രാജ്യത്തെ പറ്റിയാണ് ഹോശേയ പ്രവചിച്ചിരിക്കുന്നത്. സന്ദർഭവശാൽ തെക്കേ രാജ്യമായ യഹൂദയെ പറ്റി പ്രവചിച്ചിട്ടുണ്ട് എന്ന് ഹോശേയ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 5-ൽ നമ്മുടെ രാജാവ് എന്ന പരാമർശം മൂലം ഹോശേയ ഇസ്രായേലിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതാവുന്നതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 25-ൽ പ്രകാരം യെശയ്യാവ്, മീഖ, ആമോസ്, യോന എന്നീ പ്രവാചകന്മാരുടെ സമകാലീനായിരുന്നു ഹോശേയ എന്ന് കാണുക. ഹോശേയയുടെ പിതാവ് ബെരേയാം എന്ന് 1:1 കാണുന്നു. ദിബ്ളയാമിൻ്റെ മകളായ ഗോമറിനെയാണ് ഹോശേയ വിവാഹം ചെയ്തിരുന്നത്. അവൾ ദുർനടപ്പുകാരിയും ആ വഴിക്ക് മക്കൾ ഉള്ളവളും ആയിരുന്നു എന്ന് 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഹോശേയ ഗോമറിനെ വിവാഹം ചെയ്തത്.
അതിൽ കൂടെ ദൈവം ഇസ്രായേലിന് ഒരു സന്ദേശം നൽകുകയായിരുന്നു ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഒന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹോശയ്യയുടെ പ്രവചനകാലത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ബെരയാം രണ്ടാമൻ രാജാവ് ഭരിച്ചിരുന്ന BC 79 മുതൽ 749 വരെയുള്ള കാലം ഇസ്രായേലിന് അഥവാ വടക്കേ രാജ്യത്തിന് ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന കാലമായിരുന്നു. ഇക്കാലത്ത് യഹൂദയിൽ ഉസിയാവ്, യോഥാം, ആഗാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. ഭൗതികമായ ഉയർച്ച ഇസ്രായേലിന്റെ ആത്മീകമായ അധപ്പതനത്തിന് വഴിതെളിച്ചു. ഇക്കാരണത്താൽ ഏകദേശം 40-ലധികം വർഷം ഹോശയ്യ വടക്കേ രാജ്യത്തിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത്. ബെരയാം രണ്ടാമന്റെ സമ്പൽസമർത്ഥമായ ഭരണത്തിനു ശേഷം ഏകദേശം 20 വർഷത്തേക്ക് അശക്തരായ 6 രാജാക്കന്മാർ തങ്ങളുടെ മുൻഗാമികളെ വധിച്ച ശേഷം രാജാക്കന്മാരാണ്. അങ്ങനെ BC 721 ഇസ്രായേൽ രാജ്യം ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമാവുകയും ജനങ്ങൾ മുഴുവൻ അശൂരിലേക്ക് പ്രവാസികളായി പോവുകയും ചെയ്തു. ഇസ്രായേൽ ജനം തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ബഥേലിലും ദാനിലും 2 പൊൻകാളക്കുട്ടികളെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയും ബാലിനെ ആരാധിക്കുകയും ചെയ്തു പോയിരുന്നിരുന്നു. ഈ നിലപാടിനെയാണ് ഹോശയ്യ ചൂണ്ടിക്കാണിക്കുകയും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ക്ഷണിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഹോശയ്യയുടെ ഭാര്യയും മക്കളെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദിബ്ലൈമിൻ്റെ മകളും വ്യഭിചാരിണിയുമായ ഗോമറിനെയാണ് വിവാഹം ചെയ്യുവാൻ യഹോവ കൽപ്പിച്ചുവെന്ന് 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ യഹോവയെ വിട്ട് അന്യദൈവങ്ങളെ സേവിക്കുന്ന ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുകയും അവരുടെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന സന്ദേശം പ്രവാചകൻ നൽകുകയായിരുന്നു. ഹോശയ്യയുടെ 3 പുത്രന് ഇസ്രായേൽ എന്ന പേരിടുവാൻ യഹോവ കൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ അവിശ്വസതയ്ക്കുള്ള ശിക്ഷ സമീപമായിരിക്കുന്നുവെന്നാണ്. രണ്ടാമത് ഒരു പുത്രൻ ജനിച്ചു. അവന് ലോരുഹാമ എന്ന് പേരിടുകയാണ്. ഇനിയും ദൈവം ഇസ്രായേലിനോട് കരുണ കാണിക്കുകയില്ല എന്ന് അർത്ഥം. മൂന്നാമത് ഒരു മകൻ ജനിച്ചു. അവന് ലോ അമ്മി എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ ദൈവം തന്റെ ജനമെന്ന സ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഗോമർ വ്യഭിചാരിണിയായതുപോലെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു. വിഗ്രഹങ്ങളെ സേവിച്ചതിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ സന്ദേശം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവത്തെ ഭർത്താവായിട്ടും ഇസ്രായേൽ ജനത്തെ ഭാര്യയായിട്ടുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. യിരെമ്യാവ് 31:32 ഗോമർ തന്റെ ജാരന്മാർക്ക് തന്നെ അടിമയാക്കി വിറ്റുകളഞ്ഞു. യഹോവ ഇസ്രായേലിനെ സ്നേഹിക്കുന്നുവെന്നും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നും 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതായി 2-ാം അധ്യായം 19 കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ക്രൈസ്തവ സഭ വിവാഹത്തിന് 3 തവണ പള്ളിയിൽ വിവാഹ പരസ്യം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹോശയ്യ ഗോമറിനെ 15 വെള്ളിക്കാശും 1.5
ഗോമർ യവവും നഷ്ടപരിഹാരമായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചു. ജാരന്മാരുടെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. 1 പത്രോസ് 1:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു കർത്താവ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് വിലയായി തന്റെ വിലയേറിയ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു വീണ്ടെടുത്തതിൻ്റെ ഒരു മുൻകുറിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ അമ്മി എൻ്റെ ജനമെന്നും റുഹാമ കരുണ ലഭിച്ചവൾ എന്നും വിളിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നതായി 2:1 പറയുന്നു. അശൂർ പ്രവാസത്തെക്കുറിച്ച് 4-ാമതായിട്ട് നമുക്ക് പഠിക്കാം. ഹോശേയ പ്രവാചകൻ ഏകദേശം 60-70 വർഷം ഇസ്രായേലിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു. BC 721 ഇസ്രായേൽ രാജ്യം നാമാവശേഷമാവുകയും ജനത്തെ മുഴുവൻ അശൂരിലേക്ക് പ്രവാസികളായി കൊണ്ടുപോവുകയും ചെയ്തു. ഹോശേയയുടെ കുടുംബജീവിതത്തിൽ കൂടെ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ചൊരിയപ്പെടുന്ന ദൈവകൃപയെപ്പറ്റി ഇസ്രായേലിനെ ഗ്രഹിപ്പിച്ചു. എന്നാൽ അവർ ദൈവഭാഗത്തേക്ക് തിരിഞ്ഞില്ല. ഹോശേയയുടെ അവിശ്വസ്തതയായ ഭാര്യയുടെ ചരിത്രത്തിൽ കൂടി ഇസ്രായേലിന്റെ പിന്മാറ്റത്തെ എടുത്ത് കാണിക്കുകയാണ്. ഗോമർ പിന്നെയും വഴിതെറ്റി അടിമത്തത്തിലേക്ക് പോകുന്നു. ഹോശേയ 3:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ കാണുക. ദേശത്ത് സത്യവും ദയയും ഇല്ലാത്ത ഒരവസ്ഥ നിലനിന്നു. വിഗ്രഹാരാധന, മദ്യപാനം മുതലായ ദോഷങ്ങളെല്ലാം മൂലം ജനം ദൈവകോപത്തിന് വിധേയരായി. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ പ്രസ്താവിച്ച് പറയുകയാണ്. 5-ാം 14-ാമത്തെ വാക്യം. 5-ാമത്തെ ഒരു കാര്യം ഇത് നമ്മൾ പഠിക്കുന്നത് 7-ാം 8-ാമത്തെ വാക്യത്തിൽ മറിച്ചിടാത്ത ദോശ പോലെ ഇസ്രായേൽ ആയിത്തീരുകയാണ്. ഒരു വശം വെന്തതും മറുവശം പച്ചയുമായ ഉപയോഗശൂന്യമായ ദോശ പോലെ ഇസ്രായേൽ ജനം ദൈവത്തെ സേവിക്കുകയും അതേ സമയത്ത് പാപവഴികളിൽ നടക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ നിലപാടിനെ ചിത്രീകരിക്കുവാൻ പ്രവാചകൻ ഉപയോഗിച്ച ഒരു നല്ല ദൃഷ്ടാന്തമാണിത്. ഏതാ? മറിച്ചിടാത്ത ദോശ. അവർ കള്ളവും ചതിയും വഞ്ചനയും പ്രയോഗിച്ചു. അതായത് കൊലപാതകം നടത്തുന്നു, മദ്യപാനം ദുർനടപ്പും ആചരിക്കുകയാണ്, മോഷണം നടത്തുകയാണ്. ഇങ്ങനെ ദൈവത്തിന്റെ ജനം എന്ന പേരുണ്ടെങ്കിലും പാപത്താൽ മലിനമായിരിക്കുകയാണ്. ഒരു വശത്തെ പാപവും മറുവശത്ത് നന്മയും കാണപ്പെടുന്നു. ഈ നിലപാട് ദൈവം തള്ളിക്കളയുന്നതിന് മുഖാന്തരമായി മാറുകയാണ്. 6-ാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രവാചകന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ്. ഇസ്രായേലിന്റെ പാപാവസ്ഥയെ ചിത്രീകരിക്കുവാൻ പ്രവാചകൻ അനേക ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ അവിശ്വസ്തയായ ഭാര്യ എന്ന നിലയിൽ. 3-ാമത്തെ വാക്യം. 2-ാമത്തെ ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത് 4-ാം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ മദ്യപാനത്തെ കുറിച്ച് പറയുന്നു. അടുത്ത 3-ാമത്തെ പ്രവാചകന്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ദുശാഠ്യമുള്ള പശുക്കിടാവ് എന്ന് 4-ാം 16-ാമത്തെ വാക്യം പറയുന്നു. 4-ാമത്തെ പ്രവാചകന്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കവർച്ചക്കാരുടെ കൂട്ടം എന്ന് പറയുന്നു. അത് 6-ാം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 5-ാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് 7-ാം 4-ാമത്തെ വാക്യത്തിൽ ദുർനടപ്പുകാരനെ കുറിച്ച്. 6-ാമത്തെ പ്രവാചകന്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ചൂട് പിടിച്ച അപ്പ കൂട് എന്ന്. അത് 7-ാം 7-ാമത്തെ വാക്യത്തിൽ. പ്രവാചകന്റെ 7-ാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് മറിച്ചിടാത്ത
ദോശ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിനെ എന്താണ് പകുതി വെന്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് 7-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ പരാമർശം എന്ന് പറയുന്നത് 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പൊട്ടപ്രാവെന്നാണ്. 9-ാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് 7-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വഞ്ചനയുള്ള വില്ല്. 10-ാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യുന്നു. 8-ാം അധ്യായം 7-ാമത്തെ വാക്യം. 11-ാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കാട്ടു കഴുത എന്നാണ്. 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. 12-ാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത പാത്രം എന്ന് 8-ൽ പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ഹോശയ പ്രവാചകൻ പറയുന്ന ചില ദൃഷ്ടാന്തങ്ങൾ. അടുത്ത് 7-ാമത്തെ ഒരു കാര്യത്തിലേക്ക്, ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നു. അത് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. ഇവിടെ ഹോശയ ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രവാചകനാണ്. യാതൊരു യോഗ്യതമില്ലാത്തിടത്ത് ചൊരിയുന്ന ദൈവത്തിൻ്റെ കൃപ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് അൺമെറിറ്റഡ് ലവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവിടെ ദൈവത്തിൻ്റെ കൃപ അത്രമാത്രമാണ്. ഇസ്രായേൽ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ ദൈവം അവരെ സ്നേഹിച്ച് അവരെ നടത്തി, അവരുടെ നാട്ടിലുള്ള ജീവിതത്തെ ദൈവം നടത്തിയതിനെക്കുറിച്ച് നമുക്ക് അറിയാം. 11-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അവിടെ 12-ഉം 13-ഉം അധ്യായങ്ങളിലും ഒക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വ ചരിത്രം ആസ്പദമാക്കി പ്രവാചകൻ പ്രബോധിപ്പിക്കപ്പെടുന്ന ചിന്തകളെ നമുക്ക് കാണാം. എന്നാൽ അവർ ബുദ്ധികേടായി പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുവാനുള്ള ക്ഷണം അവിടെ പ്രവാചകൻ നൽകുകയാണ്. ദൈവം പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നുവെന്ന് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദൈവ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് പ്രവാചകൻ അവിടുന്ന് തൻ്റെ ദൗത്യം നൽകുകയാണ്. അതായത് സുവിശേഷ സത്യം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവാചകനത്രേ ഹോശയ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ പഠിച്ച ഹോശയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, തൻ്റെ കുടുംബത്തിലെ പല പ്രതികൂലങ്ങളുടെ ഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിലനിന്ന ഒരു പ്രവാചകൻ എന്ന നിലയിൽ, അതായത് ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പ്രവാചകൻ. പ്രിയമുള്ളവരെ, ഈ പാഠത്തിലൂടെ നിങ്ങൾ ഹോശയ പ്രവാചകനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിന് നടുവിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കടമകൾ നമ്മൾ അത് ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെതായ പദ്ധതിക്ക് വേണ്ടി ദൈവം അറിഞ്ഞിട്ടില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കാം നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ നടുവിൽ അനുകൂലമുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നമ്മെ നടത്തും. നമ്മുടെ ഓരോരുത്തരും ജീവിതങ്ങളെ നല്ലൊരു അനുഗ്രഹപ്പെട്ട ഭാവി തരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഓരോരുത്തരും ജീവിതങ്ങളെ വരുന്ന നാളുകളിൽ നമ്മെ ഏറ്റവും അതിശയകരമായി നമ്മെ വഴി നടത്തിയിട്ടുള്ള പ്രാർത്ഥനയോട് നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിഴറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും നിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈ സ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് എപ്രകാരം നിൽക്കണം? കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കണം. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓൺലൈനിലൂടെ ഈ 2-ാം ദിവസം ക്ലാസ് നടത്തുവാൻ തക്കവണ്ണം നീ അനുഗ്രഹിച്ച കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഓൺലൈനിലൂടെ സൺഡേസ് ക്ലാസ് നടത്തപ്പെടുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന പ്രചോദനം നൽകി അവരെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകി പോഷിപ്പിക്കുകയും കർത്താവിന് പഠിക്കുവാൻ വേണ്ടുന്ന ബുദ്ധിയും ശക്തിയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധ്യാപകർക്ക് വേണ്ടുന്ന ദൈവിക ജ്ഞാനം നൽകി തൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കിളിലെ സൺഡേ സ്കൂൾ പ്രൊമോട്ടറായ സാമത്തിനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും അനുഗ്രഹമായ നമ്മുടെ കൊടുത്ത് പോഷിപ്പിക്കണമേ. കർത്താവെ, സ്നേഹവായ്പയോടുകൂടി കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം അവരെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. സമസ്തം നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമെന്ന് സ്വർഗീയ പിതാവേ,
ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സൗരദോഷം ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസ കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥന കാര്യങ്ങളോടും പഠിപ്പിക്കുന്ന അധ്യാപകരോടും പഠിക്കുന്ന കുഞ്ഞുങ്ങളോടും ഇന്നും ഒന്ന് സ്വാധീനിക്കുമാറാകട്ടെ. ആമേൻ. Jesus loves the little children, all the children of the world. Red and yellow.